രണ്ട് ടീമുകൾ മികച്ച പ്രകടനങ്ങൾ, ഒരുപാട് ആരാധകർ. പക്ഷേ കിരീടം ഇതുവരെ കൂടെ കൂടിയിട്ടില്ല. ആ രണ്ട് ടീമുകളുടെ ആവേശ പോരാട്ടത്തിലേക്ക് ക്വാളിഫയർ ഒന്നിലേക്കാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് കടന്നു പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏറ്റവും ആവേശകരമായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഒന്നായിരിക്കും കേട്ടോ. കാരണം ഈ രണ്ട് ടീമും ഈ ഒരു ടൂർണമെന്റിൽ 2025 ഗംഭീര പ്രകടനത്തോടു കൂടിയാണ് പോയിന്റ് ടേബിളിന്റെ ടോപ്പ് 2 സ്ഥാനത്ത് വന്നിരിക്കുന്നത്. രണ്ട് ടീമുകളും 9 മത്സരങ്ങൾ വീതം വിജയിക്കുന്നു. ഒരു മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെടുന്നു. അങ്ങനെ രണ്ട് ടീമുകൾക്കും ഒരു പോയിന്റ് എക്സ്ട്രാ കിട്ടുന്നു. 19 പോയിന്റുകളോടുകൂടിയാണ് ഇരുവരും ആദ്യ രണ്ട് സ്ഥാനങ്ങൾ നിൽക്കുന്ന. നെറ്റ് റൺ റേറ്റിന്റെ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജിൽ പഞ്ചാബ് 1-ാം സ്ഥാനത്ത് എത്തി എന്നല്ലാതെ. എന്തായാലും ഈ രണ്ട് ടീമുകളും കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പ്ലസ് പോയിന്റുകൾ ഇരുവർക്കും ഉണ്ട് കേട്ടോ. ഏറ്റവും പ്രധാനമായിട്ട് ബാംഗ്ലൂരിന്റെ കാര്യം പറയുകയാണെങ്കിൽ 9 വിജയിച്ച മത്സരങ്ങളിലും 8ലും പല ആളുകളാണ് മാൻ ഓഫ് ദി മാച്ച് ആയത്. അതായത് ഒന്നിലധികം മാച്ച് വിന്നേഴ്സ് ഉള്ള ഒരു ടീമായി ബാംഗ്ലൂർ ഈ തവണ മാറിയിരിക്കുന്നു. പലപ്പോഴും ഈ 17 സീസണുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഒരിക്കൽ പോലും ഒരു മോശം ടീമായിട്ട് ബാംഗ്ലൂർ എത്തിയിട്ടില്ല. പക്ഷേ പലപ്പോഴും അവരുടെ കുറച്ചാളുകൾക്കപ്പുറം എല്ലാ താരങ്ങൾക്കും ആ ഒരു ഇമ്പാക്റ്റ് നൽകാൻ കഴിയാതെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ തവണ അവർ കൃത്യമായ ഒരു ടീം ഓഫർ കാണിക്കുന്നുണ്ട്. മറു സൈഡിൽ പഞ്ചാബിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ താരങ്ങളും മികച്ച ഫോമിൽ തന്നെയാണ്. ഒപ്പം 6ഓളം പ്രാദേശിക ഡൊമസ്റ്റിക് താരങ്ങളുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. അവരുടെ ഓപ്പൺമാർ പ്രസിമ്രാൻ സിംഗും അതുപോലെ പ്രിയൻ ഷാരിയും ഗംഭീര തുടക്കമാണ് നൽകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ഓപ്പണർമാരിൽ ആരെങ്കിലും ഒരാൾ 45 റൺസിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പഞ്ചാബ് ഇതുവരെ ഈ ഒരു സീസണിൽ കളി തോറ്റിട്ടില്ല. നേരെ മറിച്ച് ബാംഗ്ലൂരിൽ 50 റൺസിന് മുകളിൽ വിരാട് കോഹ്ലി സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരും തോറ്റിട്ടില്ല. വിരാട് കോഹ്ലി അവരുടെ എക്സ് ഫാക്ടറാണ്. ടീമിന്റെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പേരാണ്. വിരാട് കോഹ്ലി പെർഫോം ചെയ്താൽ ടീമിൽ മുഴുവൻ ആ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടും പറ്റും. സോ ഇന്ന് വിരാട് കോഹ്ലിക്ക് വേണ്ടിയിട്ട് 18ാം സീസണിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കിരീടം എന്ന് പറയുന്ന സ്വപ്നം കൂടുതൽ ആ ഒരു വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമവുമായിട്ട് ബാംഗ്ലൂർ ആദ്യ മത്സരം വിജയിച്ച് ഫൈനലിൽ ആ ഒരു സീറ്റ് ഉറപ്പിക്കാൻ ഇറങ്ങുമ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ച് 2014 കഴിഞ്ഞ് 11 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു ഫൈനലിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരൊരു 6ാം തമ്പുരാനെ പോലെ പോയിന്റ് ടേബിളിൽ ഒരു 6-7 സ്ഥാനത്തൊക്കെ നിൽക്കുകയാണ്. സോ അവർ ലക്ഷ്യമിടുന്നതും ആ ഒരു ഫൈനലിലെ സീറ്റാണ്. ഫൈനലിലെ സീറ്റിൽ ആദ്യം വണ്ടി പിടിക്കാൻ പോകുന്നത് ഏത് ടീമായിരിക്കും? കമന്റ് ബോക്സിൽ പറയാട്ടോ. എന്തായാലും വമ്പൻ പോരാട്ടമായിരിക്കും. തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കും. ഹേസൽവുഡിന്റെ വരവ് ബാംഗ്ലൂരിന് ആവേശമാകും. ടീം ഡേവിഡിന്റെ കാര്യത്തിൽ ഇതുവരെ പൂർണ്ണമായ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്തായാലും തീവാർന്ന പോരാട്ടത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. RCBയുടെ വിജയത്തിന് വേണ്ടിയിട്ട് RCB ഫാൻ ഞാൻ കാത്തിരിക്കുന്നു. ബട്ട് പഞ്ചാബ് കിങ്സ് നിങ്ങൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. സോ നിങ്ങളുടെ പ്രിഡിക്ഷൻസ് കമന്റ് ബോക്സിൽ പറയാട്ടോ.